ദൈവത്തിന് സ്തോത്രം. ഓരോ സൂര്യോദയവും നവ ആരംഭങ്ങളാണ്. ആ നിലയിൽ ഇന്ന് ഒരു പകൽ കൂടി ദൈവം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ ബദ്ധപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സന്തോഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മിലെ ഓരോ ചലനവും ദൈവകൃപയാലാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ ഉന്മേഷം നിറഞ്ഞ ചലനത്തിനായി നമുക്ക് അപ്പനോട് യാചിക്കാം, ദൈവകൃപ ചോദിക്കാം. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായി പ്രിയപ്പെട്ട ജിൻസി ആന്റിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ആന്റി. കേൾക്കാമോ? കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ കാര്യപ്പാൻ തക്കവണ്ണം ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം ദൈവം തന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യുവ സഹോദരിമാരോടൊത്ത് കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ കാര്യപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായി തീർന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങേ അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെടണം, കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ സർവ്വശക്തിയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യേക ദൈവമേ, ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ അക്സുമോൾക്കായി പ്രാർത്ഥിക്കുന്നു. അവളെ ധാരാളമായിട്ടുള്ള കൃപകൾ നൽകി സഹായിക്കണം. ഇന്നത്തെ ശുശ്രൂഷ ആദ്യോടന്തം കർത്താവിന്റെ കൃപ അനുഭവിച്ച് കർത്താവെ, ഞങ്ങൾക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സഹായിക്കണം. അക്സുമോൾക്ക് ലീഡ് ചെയ്യുവാനുള്ള എല്ലാ കൃപയും കർത്താവെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ പാട്ട് പാടുന്ന പ്രിയ ലിഷമോൾക്കായി പ്രാർത്ഥിക്കുന്നു. പൈതലിനെ അവിടെ നിന്ന് സഹായിക്കണമേ, പൈതലിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവൾക്ക് നൽകിയിരിക്കുന്ന ആ മധുരസ്വരം ഞങ്ങൾ കർത്താവിന് വേണ്ടി പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. പൈതലിനെ നീ സഹായിക്കണം. അതുപോലെ കർത്താവെ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുകയാണ്. പ്രത്യേക പ്രിയ മേരിക്കുട്ടി ആന്റിയെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നയിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി നിന്റെ മകൾ കർത്താവെ ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ അവിടുന്ന് ഇടയാക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ വചനം കേൾക്കുമാറ് കർത്താവെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇടപെടണമേ എന്ന ആ ഒരു ചിന്തയോടുകൂടി കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ അടങ്ങി അവിടെ നിന്ന് സഹായിക്കണമേ. മേരിക്കുട്ടി ആന്റി നിത്യാൽ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതുപോലെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഞങ്ങളുടെ പ്രിയ സുജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പൈതലിനെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ക്ലോസിംഗ് പ്രയറിനായിട്ട് പ്രിയുഷാന്റെയും ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചതിനായി സ്തോത്രം. പ്രിയാന്റെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂട്ടിവരുത്തിയ എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ യുവ സഹോദരിമാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ആന്റിമാരും ഞങ്ങളുടെ മധ്യയുണ്ട്. കർത്താവെ, നീ അവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഈ കർത്താവെ ചെലവഴിക്കുന്ന ഈ ചില നിമിഷങ്ങൾ ഒരിക്കലും നഷ്ടമാകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രയോജനപ്പെടുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, ആദ്യോടന്തം നിന്റെ കൃപ കൂടെ ഇരിക്കണം. ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു ഡിയർ ആന്റി. സഹോദരിയുടെ സുഗമമായ നടത്തിപ്പിന് ദൈവം ഉപയോഗിക്കുന്നവരിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് പ്രിയ ജിൻസി ആന്റി. ദൈവം പ്രിയ ആന്റിയെ ധാരാളമായി തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ്. ഇന്നത്തെ ശുശ്രൂഷകൾ ആരൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാം ദൈവം കൃത്യമായി നമ്മുടെ മധ്യത്തിൽ കൂട്ടി വരുത്തിയിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വാഗതം അരുളുന്നതിനോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിന്റെ വിശദാംശങ്ങളും നൽകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓൾറെഡി പ്രാർത്ഥനയിൽ കേട്ടു കഴിഞ്ഞു. ജിൻസി ആന്റി ഓൾറെഡി ഓപ്പണിംഗ് പ്രയർ ചെയ്തു കഴിഞ്ഞു. തുടർന്ന് ഒരു ആത്മീയ ഗാനം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. അതിനെ തുടർന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കാം. ശേഷമുള്ള നന്ദി പ്രകാശനത്തിന് ശേഷം പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനു വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നതിനായി സഹോദരിമാരായ സിസ്റ്റർ അലീഷ രാജ്, സിസ്റ്റർ മറിയാമ്മ അലക്സാണ്ടർ, സിസ്റ്റർ സുജോ ഷാമോൻ, സിസ്റ്റർ സാറാമ്മ തോമസ്
പ്രിയപ്പെട്ട സഹോദരിമാരെ ദൈവം നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ഏറ്റവും ഹൃദ്യമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന തങ്ങളുടെ തിരക്കുകളുടെ നടുവിലും ദൈവവചനത്തിന് വേണ്ടി അല്പം സമയം കണ്ടെത്തി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നാം എല്ലാവരും വ്യാപകമായി ഉപയോഗിക്കുന്ന ആത്മീയ ഗീതങ്ങൾ എന്ന പാഠ്യപുസ്തകത്തിലെ പ്രസാധകക്കുറിപ്പിലെ ഒരു വാചകം ഇങ്ങനെയാണ്: നീറുന്ന മനസ്സിന് സാന്ത്വനവും ആകുല മനസ്സിന് ആശ്വാസവും ആത്മീയ ഗാനങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് ഒരു സാർവത്രിക സത്യമാണ്. തീർച്ചയായും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത്തരത്തിൽ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു ആത്മീയ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുവാൻ പ്രിയപ്പെട്ട സിസ്റ്റർ അലീഷ രാജ് പ്രിയമകളെ ദൈവം നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയമകളെ ആ ശുശ്രൂഷയ്ക്കായി സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. മോളെ. നാം മധുപെടുമാറാകട്ടെ. സ്തുതി ദേവായി നിന്നും പാടി എന്നടങ്ങാത്ത സ്തുതി ദേവായി നിന്നും പാടി ഇന്നാൾ വരെ എൻ യാത്രയിൽ ഇന്നാൾ വരെ എൻ യാത്രയിൽ നീ ചെയ്ത നന്മയ്ക്കാ സ്തുതി ദേവായി നിന്നും പാടി എന്നടങ്ങാത്ത സ്തുതി ദേവായി നിന്നും പാടി ആകാശവീഥികളും സ്വർഗാദി സ്വർഗങ്ങളും ഭൂമിയിൽ കാണുന്നതെല്ലാം കർത്താവേ നിന്നെ വാഴ്ത്തും. ആകാശവീഥികളും സ്വർഗാദി സ്വർഗങ്ങളും ഭൂമിയിൽ കാണുന്നതെല്ലാം കർത്താവേ നിന്നെ വാഴ്ത്തും. സ്തുതി ദേവായി നിന്നും പാടി സ്തുതി ദേവായി നിന്നും പാടി ഇന്നാൾ വരെ എൻ യാത്രയിൽ ഇന്നാൾ വരെ എൻ യാത്രയിൽ നീ ചെയ്ത സ്തുതി ദേവായി നിന്നും പാടി സ്തുതി ദേവായി നിന്നും പാടി. താങ്ക് യു. That was soulful. Praise God. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനോടുള്ള സ്തുതിയും സ്തോത്രവും നന്ദിയും ഒക്കെ നമുക്ക് ഒരിക്കലും ഈ ആയുസ് കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്നതല്ല. അതൊരു പ്രാവശ്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു പ്രിയ മകൾ. താങ്ക് യു സോ മച്ച് മോളെ. ദൈവം നൽകിയിരിക്കുന്ന ഈ ശബ്ദമാധുര്യത്തെ കൂടുതൽ അനവധിയായി ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം എല്ലാ കൃപയും നൽകട്ടെ. We will continue to bless you. സ്ഥിരത ഉറപ്പ് നൽകാൻ കഴിയുന്നത് മാറ്റങ്ങൾക്ക് മാത്രമാണ്. നാം ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അറിയാം ഈ ഉദ്ധരണിയുടെ പ്രസക്തി. പക്ഷെ നാം ആശ്രയിക്കുന്ന ദൈവവചനത്തെ അതിൽ തന്നെ ശ്രേഷ്ഠമാക്കുന്നത് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. ആ നിലയിൽ ഇന്നും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ നമുക്ക് അവസരമുണ്ട്. അതിനായി ദൈവം നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയപ്പെട്ട മറിയാമ്മ അലക്സാണ്ടർ, മറിയാമ്മ ആന്റിയാണ്. വിശ്വാസ ജീവിതത്തിൽ അനേകം പതിറ്റാണ്ടുകൾ പിന്നിട്ട് തഴക്കവും വഴക്കവും അഭ്യസിച്ച പ്രിയ ആന്റിയിൽ നിന്ന് വളരെ ശക്തമായി ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഏറ്റവും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ പ്രിയ മറിയാമ്മ ആന്റിയെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്ലീസ് ആന്റി. ആദ്യമേ തന്നെ താങ്ക് യു മോളെ. അച്ഛൻ മോളെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ അത് തന്നു. തഴക്കവും വഴക്കവും ഒക്കെ ഉണ്ട്. കുറേ വർഷങ്ങളായിട്ട് ദൈവമകളായിട്ട് കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതൊരു വലിയ സത്യമാണ്. അതിപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ വചനവുമായിട്ട് നിങ്ങളുടെ മധ്യേ നിൽപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ക്രിസ്തീയ സഹോദരിയിലെ ഒരു മെമ്പറായി കഴിഞ്ഞത് മുതൽ വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയും അതിൽ കൂടെ വളരെ വചനം കൂടുതൽ ഗഹനമായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളും എനിക്ക് ലഭിച്ചു. അതോർത്തും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അതിൻ്റെ അഡ്മിറ്റ്സിനും ലവ്ലി ഓർത്തും സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ ഓഡിയൻസ് പ്രത്യേകിച്ചും യുവജനങ്ങളാണല്ലോ. എൻ്റെ ജീവിതത്തിലും ഒരു അധ്യാപിക എന്ന നിലയിൽ അധികവും യുവജനങ്ങൾ ആയിട്ടാണ് ഞാൻ കൂടുതലും ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അല്പസമയം അവരുമായിട്ട് ചെലവഴിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കാലത്തെക്കാട്ടിലും ഇന്ന് നമ്മുടെ യുവജനങ്ങളെ നമ്മൾ ഓർത്ത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു പ്രത്യേക വിഷയമായിട്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും പ്രത്യേക സമയമെടുത്ത് വിഷയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കാലമാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ അവരായിരിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ചും ദൈവ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവരായിരിക്കുന്ന സ്കൂള്, കോളേജിലെ വിദ്യാർത്ഥിനികൾ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെയും ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഫേസ് ചെയ്തതിനൊക്കെ ഒത്തിരി കൂടുതലാണ്. അത് ഓർക്കുമ്പോൾ ഇവരെയൊക്കെയും ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് പ്രായമായ ഞങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വമായിട്ട് തന്നെ ഏറ്റെടുത്താണ് ചെയ്യുന്നത്. അവർക്ക് ചുറ്റും ലോകമയത്വത്തിലായിരിക്കുന്ന ഒരു കൂട്ട ആളുകളാണ് ഉള്ളത്. അവരുടെ നടുവിൽ സാക്ഷ്യം പുലർത്തിയുള്ള ഒരു ജീവിതം അത്ര ഈസി അല്ല, എന്നാൽ സാധിക്കും. അവര് ഇന്നത്തെ ഈ പ്രോബ്ലം നാളെയും ഉണ്ടാകുമോ? ഈ പ്രോബ്ലം ഇന്നങ്ങ് സോൾവ് ചെയ്തു, നാളെ എന്തായിരിക്കും പുതിയ പ്രോബ്ലം വരിക? അനിശ്ചിതത്വം, ഒരു പ്രതിസന്ധികൾ തീരാത്ത അവസ്ഥ, ഇതൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എൽഡർലി പീപ്പിൾ ഉണ്ട്. അത് നിങ്ങൾ ധൈര്യപ്പെടുക. അത് പിന്നെ വേറൊരു സെറ്റ് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതായത് പുതിയ അനുഭവത്തിലേക്ക് കാൽച്ചുവടുകൾ വെക്കുന്നവർ. ഫോർ എക്സാമ്പിൾ, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ, തുടർ പഠനം തുടങ്ങുന്നവർ, പുതിയ ജോലിയിലേക്ക് കയറുന്നവർ. ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡാണല്ലോ മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിത്തത്തിനും ജോലിക്കുമായിട്ട് അനേകർ പോകുന്നുണ്ട്, മൈഗ്രേഷൻ. അവരൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ പലതാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ ഇവർക്കൊക്കെയും പ്രയോജനപ്പെടുന്ന വേദഭാഗങ്ങൾ നമ്മുടെ ഈ വചനത്തിൽ, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല.
അതിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അതിലുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. എന്നാൽ നമുക്ക് അറിയാമല്ലോ, 2024 നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഓരോരുത്തർക്കും വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചിലർക്കൊക്കെ കഠിനമായ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി മരണം ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കണ്ടു. ഇനി എന്ത് എന്നുള്ള ഒരു ചിന്ത ഭരിക്കുന്ന അനേകരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്കും എന്നാൽ അവർക്കൊക്കെയും ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾ നമ്മുടെ ദൈവവചനത്തിലുണ്ട്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അതുതന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ പദവി തന്നെയാണ് പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാൽച്ചുവടെടുത്ത് വെക്കുക എന്നുള്ളത്. സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. ഈ പുതിയ വർഷത്തിൽ ധാരാളം ഇതൊക്കെ തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ല. അതിലാണ് നമുക്ക് ധൈര്യപ്പെടാനുള്ളത്. ഓരോരുത്തർക്കും എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അത് ധാരാളമായിട്ട് തരുവാൻ തക്കവണ്ണം ഈ ഭണ്ഡാരത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു യൗവനക്കാരനായ യോശുവയെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യോശുവയുടെ യൗവനം. ആ യോശുവ മോശെ പറയുന്നത് അനുസരിച്ച് മോശയുടെ പുറകെ നടക്കുന്ന ഒരു യൗവനക്കാരനാണ്. പുള്ളിക്ക് പ്രത്യേകമായിട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല. എന്തു പറയുന്നു അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ ഈസിയാണ്. പ്രശ്നമുണ്ട്, കൂടുതലായിട്ടുള്ള വളരെ ചുമതലകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു യൗവനക്കാരനായിട്ടുള്ള യോശുവയെ ഞാൻ പഠിക്കാനിടയായി. പക്ഷേ ആ യൗവനക്കാരൻ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ, ചലഞ്ചസ് പലതാണ്. ഒരു സാധാരണ യൗവനക്കാരനായിട്ടാണ് തുടങ്ങുന്നത്. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ മോശ തന്നെ അവരെ രഫിദീം എന്നുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അമാലേക്യർ വരികയാണ്. കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ആ ശരീരവും ഒക്കെ ഉള്ള ആളുകളാണ് ഈ അമാലേക്യർ. ഒരു പറ്റ ആളുകൾ, ഒരു യോദ്ധാക്കള് തന്നെ വരുമ്പോൾ ഈ യോശുവയ്ക്ക് യാതൊരു യുദ്ധത്തിന്റെ ABCD അറിയത്തില്ല. എന്നാൽ മോശയാണെങ്കിലോ, മോശ ചെറുപ്പകാലത്തില് ഫറവോന്റെ കൊട്ടാരത്തിൽ സർവ്വവിദ്യയെ അഭ്യസിച്ചവനാണ്. പക്ഷെ ഇപ്പം പ്രായമായി, വയസ്സായി. മോശ പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്യ് യോശുവ. ഒന്നും മിണ്ടിയില്ല. അവിടെ നോക്കിയാൽ നമുക്കറിയാം മോശ എന്നാ പറഞ്ഞു അതുപോലെ അനുസരിക്കുന്ന ഒരു യോശുവ പോയി യുദ്ധം ചെയ്തു. പക്ഷെ യോശുവയ്ക്ക് അറിയാം കൂടെ ആര് വരും. അവിടെ നമുക്കറിയാം യോശുവ യുദ്ധം ജയിച്ചു, അല്ലേ? അവിടെ എങ്ങനെ യുദ്ധം ജയിച്ചത്? അവിടെ മോശ പറഞ്ഞു, ഞാന് യഹോവയുടെ വടിയും പിടിച്ച് ഈ കുന്നിന്റെ പുറത്ത് നിൽക്കാം. നമ്മളൊക്കെ പറയുന്നത് മോശയുടെ വടിയെന്ന, പക്ഷെ മോശ പറയുന്നത് യഹോവയുടെ വടിയെന്ന. ഈ യഹോവയുടെ വടിയും കൊണ്ട് മോശ കുന്നിന്റെ പുറത്ത് ചെന്ന് നിന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ കൈ അഴയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്നാ പറ്റി? ഹൂരും അഹരോനും സഹായിക്കാൻ ചെന്നു. മോശയുടെ കൈ താഴുമ്പോൾ അമാലേക്യർ ജയിക്കും. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അത് നമ്മുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ കൈ താഴെ പോകുന്നത് കണ്ടുകൊണ്ട്
ഹൂരും അഹരോനും ഓടിച്ചെന്നു, കൈപിടിച്ചു, അവരുടെ കയ്യിൽ കഴിച്ചു. അപ്പൊ എന്ത് ചെയ്തു? കല്ലെടുത്ത് വെച്ചു പൊക്കി പിടിക്കാൻ. അങ്ങനെ യോശുവ, അപ്പൊ യോശുവയുടെ യുദ്ധമല്ല, യോശുവ അല്ല അവിടെ യുദ്ധം ചെയ്ത് ജയിച്ചത്, സൈന്യാധിപനായ യഹോവ. ഈ യഹോവയുടെ പേരെന്നാ? മോശ ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് എന്നാ ആവശ്യമായിട്ടുണ്ട് അപ്പോഴും ഞാൻ അതായിരിക്കും. ഇവിടെ നോക്കുക, യോശുവയുടെ കൂടെ സൈന്യാധിപനായ യഹോവ ചെന്നു, യുദ്ധം ചെയ്തു, യോശുവ ജയിച്ചു. ഈ ഞാനാകുന്നവനായ ഞാൻ എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. മാത്രമല്ല, പക്ഷേ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിൽ വരുന്നപ്പോൾ പറയുന്നുണ്ട്, എന്താ? പെട്ടെന്ന് മോശ മരിച്ചു. യഹോവ വന്ന്, മോശയെ കാണുന്നില്ല, യഹോവ വന്ന് യോശുവയോട് പറയാ, എൻ്റെ ദാസനായ മോശ മരിച്ചു. അന്താളിച്ചു പോയ ഒരു യൗവനക്കാരനെ അവിടെ കാണാം. ആ നേതൃത്വവും ആ സഖിത്വവും പെട്ടെന്നങ്ങ് ഇല്ലാതായി. ഇനി എന്നാ ചെയ്യുന്നേ? അങ്ങനെ വരുമ്പോഴാണ് യെരിഹോവിന് അടുത്ത് വരെ അവരെ ജനത്തെ കൊണ്ടുവരിക. നീ നേതാവാകണമെന്ന് പറഞ്ഞു, അപ്പോയിന്റ് ചെയ്തു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, മോശയുടെ കൂടെ എങ്ങനെ ഇരുന്നോ അതുപോലൊക്കെ തന്നെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഈ യൗവനക്കാരൻ യെരിഹോവിന്റെ അടുത്ത് ചെന്നപ്പോൾ, ഈ പട്ടണം ഞാൻ എങ്ങനെ പിടിക്കാനാ? പേടിച്ചുപോയി. അവിടെ നോക്കുക, അവിടെ ഇരിക്കുമ്പോൾ പറയിട, എങ്ങനെ ഞാൻ തനിയെ ഈ യുദ്ധം ജയിക്കും എന്നുള്ള വറി ഉള്ള ഒരു സമയം നമുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ. പക്ഷേ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ യോശുവയുടെ ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ആളെ മനസ്സിലായില്ല, ശത്രുപക്ഷത്തിലാണോ മിത്രമാണോ? അപ്പൊ പറയുന്നുണ്ട്, ആരാ? യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി, സൈന്യാധിപനായ യഹോവ. വാൾ ഊരി പിടിച്ചും കൊണ്ട് നിൽക്കുക. എന്തിനാ? വാള് സാധാരണ ഉറയിലല്ലേ ഇട്ടിരിക്കണ്ടേ? വാൾ ഊരി പിടിച്ചു കഴിഞ്ഞാൽ റെഡി ഫോർ ആക്ഷൻ. വാ, നീ ഇങ്ങ് വന്നേച്ചാൽ മതി, ഞാൻ ചെയ്തോളാം. നമ്മുടെ പ്രതിസന്ധികളിൽ ഇതാണ് ദൈവം ചെയ്യുന്നത്. ദൈവം റെഡിയാ. ആ റെഡിയായിട്ട് വരുന്ന ദൈവം, ഒരു കാര്യമുള്ളൂ, നമ്മൾ അങ്ങോട്ട് നോക്കണം. അപ്പോൾ റെഡിയാണ്, നമ്മളെ സഹായിക്കാൻ റെഡിയായിട്ട് വരുന്ന ഒരു ദൈവത്തെ അവിടെ കാണാം. അപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ യൂത്ത് മീറ്റിങ്ങിലെ പ്രാർത്ഥനാ ദിവസം ഞാനൊന്ന് കയറി. അപ്പോൾ അവിടെയുള്ള ഒരു ടോപ്പിക് ഓഫ് പ്രെയർ എന്തായിരുന്നെന്നറിയാമോ? ഹോസ്റ്റലൈറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിയാ, ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അതുവരെ അവർക്ക് പ്രശ്നം ഉണ്ടായാൽ ചോദിക്കാൻ, പെട്ടെന്ന് ഓടിപ്പോയി ചോദിക്കാൻ, അന്നത്തെ പ്രയാസങ്ങൾ വന്ന് പറയാൻ ഫാദറുണ്ട്, മദറുണ്ട്, വീട്ടിലെ പ്രായമുള്ളവരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവരോട് പറയാം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരുടെ ആശയങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പം പെട്ടെന്നുള്ള സൊല്യൂഷൻസ് കാണേണ്ട പ്രശ്നങ്ങൾ വരുന്നത്, ഈ യോശുവയെ പോലെ. പക്ഷേ ഗോ ടു യുവർ നീസ്, പ്രാർത്ഥന ആവശ്യം. അപ്പോഴ് കാണാം ആ റിയലി. നിങ്ങൾക്ക് രോഗമാണോ? അപ്പോൾ കാണാം ഒരു സൗഖ്യമാക്കുന്ന യഹോവ വരും. സമാധാനം ഇല്ലേ? അപ്പോൾ സമാധാനത്തിന്റെ ദൈവമായിരിക്കും. സന്തോഷം ഇല്ലേ? സന്തോഷം തരുന്ന ദൈവത്തെ കാണാം. അതാണ് ഐ ആം ദാറ്റ് ഐ ആം.
ദൈവത്തിൻ്റെ പേരുകളെല്ലാം പ്രവൃത്തിയെ കാണിക്കുന്ന പേരുകൾ. ആ ദൈവത്തെ അത് നമുക്ക് രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കട്ടെ. ഇത് 3-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തില് യോശുവ പറയുന്നുണ്ട്, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. മോള് അലീഷ യാത്ര ചെയ്യുന്ന ഒരു പാട്ട് പാടി, അതിൽ ദൈവം സഹായിക്കുന്നു അല്ലേ. നമ്മൾ ചെയ്യാത്ത, നാളത്തെ ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ടില്ല, എന്താണ് നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. വിച്ച് വേ ടു ഗോ വി ഡോണ്ട് നോ അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നു നോക്ക്, 3-ാം അധ്യായത്തില് 3-ാം വാക്യത്തില്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ഥലം വിട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. നിങ്ങളുടെ മുമ്പേ പോകാൻ ഒരു നിയമപ്പെട്ടകം ഉണ്ട്. ദ ആർക്ക് ഓഫ് ദ കവനന്റ്. അത് പുരോഹിതന്മാർ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ അതിനെ അങ്ങോട്ട് നോക്കിയേച്ചാൽ മതി. അതെങ്ങോട്ട് തിരിയുന്നോ അവിടോട്ട് തിരിയണം. എത്ര ലക്ഷം ആളുകളായി പോകുന്നതെന്നറിയാമോ? അത്രയും ലക്ഷം ആളുകൾ പോകുമ്പോൾ എത്രയോ പേർക്ക് വഴിതെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. എന്നല്ല, ആ വഴി തെറ്റാതെ പോകണമെങ്കിൽ ഈ നിയമപ്പെട്ടത്തോട്ട് മാത്രമേ, അതാണ് നോക്കേണ്ടിയ കാര്യമായിട്ടിരിക്കുന്നത്. അതിലോട്ട് നോക്കിയേച്ചാൽ മതി. നമുക്കപ്പം നിയമപ്പെട്ടതൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? വചനം, നമ്മുടെ ന്യായപ്രമാണം, അതാണ്. വചനമുണ്ട്, വചനം ഗൈഡ് ചെയ്യും. അതായത് രണ്ടാമതായിട്ട് നമുക്ക് കാണാനുള്ളത് വെല്ലുവിളികളെ നമ്മൾ കണ്ടു. പിന്നെ ദൈവ നടത്തിപ്പില് ഈ ജീവിതയാത്രയിൽ എങ്ങനെ ജീവിതം നയിക്കാൻ. അതായത് ഈ പെട്ടകം എന്ന് പറയുന്നത് അവർക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു നിഴല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ദൈവ സാന്നിധ്യം അത് നീങ്ങുമ്പോൾ ഈ ജനം എല്ലാം അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വചനം, നമ്മുടെ ദൈവം നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുവടുകൾ എങ്ങനെ വെക്കണമെന്നുള്ളത് ഈ വചനം മനസ്സിലാക്കി തരും. അങ്ങനെയുള്ള ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും, വഴി തെറ്റാതെ നടത്തുകയും ചെയ്യും. സോ യുവർ ലൈഫ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇസ്രായേൽ മക്കൾക്ക് ഒരു ഈസി ലൈഫേ അല്ല. ദൈവം ഇതെല്ലാം കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ദേ ഹാഡ് ടു ഫൈറ്റ്. അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ ഫൈറ്റ് ചെയ്ത് വേണം അക്കാര്യങ്ങളെ ക്രമപ്പെടുത്തി എടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്കും അത് തന്നെയാണ്. നമ്മളെ ദൈവം നടത്തും, പക്ഷെ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അത് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുക, ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നമ്മുടെ ജീവിതം നടത്തുക. പക്ഷെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, ഈ ജനത്തിനു വേണ്ടി ദൈവം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കും എല്ലാം ക്രമീകരിച്ചിട്ട് ദൈവം വെച്ചിട്ടുണ്ട്. ഏത് കോഴ്സ് എടുക്കണം, ഏത് അഡ്മിഷൻ തരണം, ഏത് ഓഫീസ് ജോലി ചെയ്യണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, ഇതൊക്കെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന പാതയിൽ കൂടെ സഞ്ചരിക്കാൻ നമ്മൾ ദൈവഹിതം അറിയണം. ആ ദൈവഹിതത്തിൽ മാത്രം നമ്മൾ ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. അതിനുവേണ്ടി ഇത്രയും ജനത്തെ ഈ ദൈവഹിതത്തിൽ നടത്താനായിട്ട് യോശുവയെ സഹായിക്കാനായിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ദൈവം നേരത്തെ കൊടുത്തിരുന്നു.
നമുക്കതൊന്ന് നോക്കാം. ദൈവം എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ട്. 1-ാം അധ്യായം, യോശുവയുടെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ചാപ്റ്റർ 1 വേഴ്സ് 9 പറയുന്നുണ്ട്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണക്കാരനായ യൗവനക്കാരനായ യോശുവയെ ഇത്രയും വലിയൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. യോശുവ തകർന്നു പോയി, അല്ലേ? ഉറപ്പില്ലാതായി, ധൈര്യം ഇല്ലാതായി. പക്ഷെ ദൈവം പറയുന്നു, നീയാണ് അത് ഉണ്ടാക്കേണ്ടത്, ഞാൻ തരാം. പക്ഷേ യു ഷുഡ് ബി റെഡി. ഭയം വന്നു പോയോ? ഉറപ്പില്ല, ധൈര്യമില്ല, അതിന് പകരം ഭയമാണോ? ഇറ്റ് വിൽ ലീഡ് ടു ഇനാക്ടിവിറ്റി. നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇന്ന പ്രോജക്റ്റ് എടുത്താൽ അത് ശരിയാകുമോ? ഇന്ന വഴി എടുത്താൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഇന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് ശരിയാകുമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഡൗട്ട്സാ. അങ്ങനെ ഡൗട്ട് ചെയ്ത് ഒരു കാര്യവും ചെയ്യാനൊക്കാതെ പോവും. അങ്ങനെ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചാണ് ദൈവം, യഹോവയായ ദൈവം പറയുന്നത്, യോശുവയോട് പറഞ്ഞത്, ഉറപ്പുള്ളവനായിട്ടിരിക്കണം. ഞാൻ പറയും, അതിനനുസരിച്ച് ഭയമില്ലാതെ അതുപോലെ അങ്ങ് ചെയ്യണം, ധൈര്യമായിട്ട് ചെയ്യും എന്നുള്ളത്. ദൈവം നമ്മളെ നടത്തുമ്പോൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് മുമ്പോട്ട് ആ കാര്യങ്ങളെ നടത്താൻ നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. അത് മാത്രമല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, നിഷ്പ്രയോജനമായി പോകും. എല്ലാത്തിനും ഭയമാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പേടിച്ച് ഇരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊരുമാതിരി സൈക്കോ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട് അവര് പ്രയോജനമില്ലാത്തവരായിട്ട് മാറും. അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനാണ് യഹോവയായ ദൈവം പറഞ്ഞത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. അപ്പം നമ്മൾ ദൈവമക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള, എനിക്ക് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുണ്ട്, ഒന്നും ഭയപ്പെടേണ്ട നീ വിശ്വസിച്ചെങ്കിൽ. അത് 2 പ്രാവശ്യം അങ്ങ് പാടി. ഫിയർ നോട്ട്, ഐ ആം വിത്ത് thee. അങ്ങനെയുള്ള പാട്ടുകളങ്ങ്. ഗോഡ് വിൽ എൻകറേജ് യു. രണ്ടാമതായിട്ട് 1-ാമത്തെ അധ്യായം, യോശുവ 1-ാം അധ്യായം 1 and 2 വേഴ്സസ്. മോശ അങ്ങോട്ട് പിസ്ഗയിലോട്ട് കയറിപ്പോയതേ അറിയത്തുള്ളൂ, തിരിച്ചു വന്നില്ല. എന്താ സംഭവിച്ചത്? മോശയുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എന്നാ ചെയ്യുന്നേ? യഹോവയാ വന്ന് പറയുന്നത്, എൻ്റെ ദാസനായ മോശെ മരിച്ചുപോയി. അപ്പൊ ഇനി നീ എന്തോ ചെയ്യേണ്ടി? ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവേൻ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ദൈവം നമ്മളെ പറ്റി ദൈവം കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുക. ദേശം കൊടുക്കാനൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. നിങ്ങൾ കടന്നു പോവുക. സോ ഗോ ഫോർവേഡ്. അവിടെ നിൽക്കരുത്. മോശ മരിച്ചു, ശരിയാ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, ഓക്കെ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളതല്ല. ഗോ ഫോർവേഡ്. 3-ാമത്തെ ഇൻസ്ട്രക്ഷൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാം. പിന്നെ അത് യോശുവ ജനത്തോട് പറയുക. യോശുവയോട് നേരത്തെ പറഞ്ഞതാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. നമ്മുടെ എല്ലാ ഫീൽഡിലും നമ്മൾ ജോലി നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ, സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവ സാന്നിധ്യം വേണോ? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ? വേണം, അല്ലേ? എന്നാൽ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് വെച്ചാൽ, ദൈവത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ
ദൈവത്തിന്റെ സാന്നിധ്യം പറ്റത്തില്ലല്ലോ. അങ്ങനെ മനുഷ്യന് പറ്റുമോ? നോട്ട് ഈസി, ഡിഫിക്കൽട്ടാ, വലിയ പ്രയാസ അല്ലേ? എന്താ നമ്മളോടുള്ള കൽപ്പന? ബി ഹോളി ആസ് ഐ ആം ഹോളി. ആസ് ഐ ആം ഹോളി. ദൈവത്തിന് അതുപോലെ ഹോളി ആയിരുന്നെങ്കിൽ ആകാൻ ആ കൽപ്പന. യെശയ്യാവിനെ നമുക്കറിയാം അല്ലേ? യെശയ്യാവിന് നല്ലൊരു ദർശനം കൊടുത്തു. അത്യുന്നതനായ ദൈവം എങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്. യെശയ്യാവ് പേടിച്ചുപോയി. പെട്ടെന്ന് ഈ ലിപ്സിലൊക്കെ ഒന്ന് അടക്കി വെച്ച് കാണുമെന്ന എൻ്റെ വിചാരം. അത് എഴുതിയിട്ടില്ല, പക്ഷെ പുള്ളി ചെയ്ത് കാണും. തന്നെത്താനെ ഒന്ന് ശോധന ചെയ്തപ്പം അയ്യോ, അധരങ്ങൾ കൊണ്ട് ഞാൻ അബദ്ധമൊക്കെ പറഞ്ഞിട്ടുണ്ടേ. പിന്നെ ചുറ്റും നോക്കി, അതേ ചുമ്മാതൊന്നും അല്ല, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെയുള്ളവരായിരുന്നു. കൂട്ടുകാരുടെ കൂടെ ഇരുന്നപ്പോഴേ അവരങ്ങനൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ അങ്ങ് അതേപോലെ അങ്ങ് ഞാനും സംസാരിച്ചൊക്കെ പോയി. അവർക്കും കൊടുത്തിച്ചേ കുറ്റം അല്ലേ? നമ്മളും അങ്ങനെയാണ്. യെശയ്യാവിനെ കുറ്റം പറയാനൊന്നുമില്ല. ഐ ഡു ഇറ്റ്. എന്തോ പ്രത്യേകിച്ചും നമ്മുടെ പ്രോബ്ലംസ് അത് പക്ഷേ യെശയ്യാവിൻ്റെ ഒരു ഗുണം, ആ വിശുദ്ധിയിൽ നിന്നപ്പോൾ കണ്ടപ്പോൾ ഉടനെ അത് ഏറ്റുപറഞ്ഞു. കൺഫെഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഉടനെ തന്നെ അത് ശുദ്ധീകരിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ നിൽക്കാൻ അവനെ ബലപ്പെടുത്തി. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. ഈ നമ്മള് യെശയ്യാവുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ എവിടെ കിടക്കും അല്ലേ? പക്ഷേ നമ്മളെ കാക്കുകയാണ് ദൈവം. പത്രോസ് അത് പറഞ്ഞു തന്നത്, നമ്മളെ എങ്ങനെ കാക്കുന്നതെന്ന്. പത്രോസ് എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മളെ ദൈവശക്തിയിൽ കാക്കപ്പെടുമാറാകട്ടെ പറയുന്നത്. അപ്പോൾ നമ്മളെ കാക്കുന്നത് ഒരു ദൈവശക്തിയാണ്. അവര് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നോക്കിക്കേ, ഒരു ലിസ്റ്റ് ഓഫ് എനിമീസ് ആണ് അവിടെ ഉള്ളത്. ഞാനത് വായിക്കാൻ സമയം എടുക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നു. ഒരു ലിസ്റ്റ് ഓഫ് എനിമീസ് ഉണ്ട്. പക്ഷേ അവിടെ ജീവനുള്ളത്. അവരെയൊക്കെ യുദ്ധം ചെയ്യാൻ ഈ ജനത്തിന് there is no training. ഇല്ല യുദ്ധത്തിൽ ചെയ്യാനായിട്ട്. പക്ഷേ ജയിച്ചോ? കരണ്ട് 16-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവരെല്ലായിടത്തും ജയിച്ചതായിട്ട് കാണാം. അവിടെ ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടു. അവരെ ജയിക്കാൻ ശ്രമിച്ചു. നമുക്കായി ശക്തി ഉണ്ടോ? ആ ശക്തിക്ക് കുറവ് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ ശക്തിഹീനതയുടെ രഹസ്യം എന്താ എന്നറിയാമോ? ദൈവജനത്തിൻ്റെ കടന്നുകൂടുന്ന ലോകമയത്വം, അശുദ്ധി വന്നാലുടനെ ഈ ശക്തിക്ക് കുറവ് തോന്നും. അതുകൊണ്ട് let us examine ourselves. നമ്മെ യെശയ്യാവ് ശോധന ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അപ്പോ അത് കഴിയുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിനും ഈ ദൈവശക്തി നമ്മിൽ വെളിപ്പെടണം, റിവീൽ ചെയ്യണം. മറ്റുള്ളവർ നമ്മളിൽ ആ ദൈവശക്തി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവര് കാണുവാൻ തക്കവണ്ണം അത് റിവീൽ ചെയ്യാൻ തടസ്സമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ അതൊരു വലിയ ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. ഇതെങ്ങനെ സാധിക്കും? ഇറ്റ്സ് എ സീക്രട്ട്. ടേക്ക് ടൈം ടു ഡു ഇറ്റ്. ദൈവസന്നിധിയിൽ പോയിരുന്ന് വചനം പഠിച്ച് പ്രാർത്ഥിച്ച് സമയമെടുക്കണം. സമയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. നമ്പർ 2, സബ്മിറ്റ് ടു ഗോഡ്സ് ഗൈഡൻസ്. ഈ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ്
വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ആ ഗൈഡൻസിനെ ഏൽപ്പിച്ചു കൊടുക്കണം. പൗലോസ് കൊരിന്ത്യയിലെ വിശുദ്ധൻ ബിലീവേഴ്സിന്, വിശ്വാസികൾക്ക് എഴുതുകയാണ്. 2 Corinthians chapter 7 verse 1. വിളിക്കുന്നത് തന്നെ പ്രിയമുള്ളവരേ എന്നാണ്, സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ആ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, നമുക്കുണ്ട്. വി ഹാവ് സോ മെനി പ്രോമിസസ്. നമ്മുടെ ബൈബിളിലൊക്കെ അങ്ങനെ പ്രോമിസസിനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക ഞാനൊക്കെ. ആ ബൈബിൾ അങ്ങോട്ട് മാറ്റാനേ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ എല്ലാം എനിക്ക് തന്ന പ്രോമിസസാണ് ഉള്ളത്. ഒത്തിരി പ്രോമിസസ് ഉണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട്. പക്ഷേ വി ഹാവ് ടു ഡു വൺ തിങ്. എന്താ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം. യെശയ്യാവിന് ഒരു കന്മഷമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ഉണ്ട്? യു ഹാവ് ടു ചെക്ക് ഇറ്റ്. അതെല്ലാം മാറ്റി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതാണ് പൗലോസ് നമ്മളോട് പറയുന്നത്, നമ്മളെ ഉത്ബോധിപ്പിക്കുക. നാലാമതായിട്ട്, അടുത്തതായിട്ട്, ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അങ്ങനങ്ങ് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ ഈ ദൈവം ആരാ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എപ്പോഴും ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ദൈവം വലിയ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഈ ദൈവം ആരാന്ന് പറഞ്ഞുതരാം. 3-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. എന്താ അവിടെ പറയുന്നത്? യോശുവ പറഞ്ഞത് എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഈ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. മതിയല്ലോ? പൂർണ്ണമായിട്ട് ആശ്രയിക്കരുതോ? നമ്മുടെ പേരൻസിനെ നമ്മൾ എങ്ങനെ ആശ്രയിക്കുന്നു? അതിനെക്കാട്ടിലും ആശ്രയിക്കാൻ നോക്കുന്ന ഒരു ദൈവമാണ് ഈ ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂ, യാഥാർത്ഥ്യമാണ്, ഒരു യാഥാർത്ഥ്യം. ഉന്നതനായ ദൈവം എൻ്റെ കൂടെ. തപ്പി നോക്ക്, അവിടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കേ. അത്ര അടുത്തിരിക്കുന്ന ദൈവമാണ്. ഇത്ര അടുത്തിരിക്കുന്ന ഈ ജാതി വേറെ ഏതുള്ളൂ? നമ്മളല്ലാതെ വേറെ ആരുമില്ല. ആ ദൈവത്തെ നമുക്ക് രുചിച്ചറിയണം. വേറെ ഉണ്ട്. 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 11-ാം വാക്യം നോക്കിക്കേ. സർവഭൂമിക്കും നാഥനായവൻ. ഈ സർവഭൂമിക്കും നാഥനായവൻ ഇത്രയും ശക്തിയുള്ളവനാണ്. ഹി ഹാസ് ഗോട്ട് ദ ഹോൾ വേൾഡ് ഇൻ ഹിസ് ഹാൻഡ്. പാട്ടില്ലേ? ഹോൾ വേൾഡ്, ഈ സൗരയൂഥം മുഴുവൻ കയ്യെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെന്തിനാ? പൂർണ്ണമായിട്ട് ഈ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക. ഞാൻ ആ കൈക്കകത്തിരിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ദൈവത്തിൽ അങ്ങ് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഈ ഇസ്രായേൽ മക്കള് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം യോർദാന്റെ തീരത്ത് വന്നപ്പോ അയ്യോ കവിഞ്ഞൊഴുകുക, പേടിച്ചുപോയി. പക്ഷെ ദൈവം യഹോവ എന്തോ പറഞ്ഞു? യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലി വെള്ളത്തിലോട്ട് ചവിട്ടുന്ന ഉടനെ അവിടെ ഒരു ഡാം ഉണ്ടാകും. ഉടനെ വെള്ളം രണ്ടായിട്ട് പിരിയും, അവിടെ നിൽക്കും, മറ്റേത് ഒഴുകിപ്പോവും. അയ്യോ, ഇങ്ങനെങ്ങനെ ഇപ്പൊ നമ്മളോടെങ്ങാനും പറഞ്ഞാൽ വിശ്വസിക്കുവോ? അവരങ്ങ് വിശ്വസിച്ചു. They did it and it happened. 16-ാം വാക്യത്തില് ആദാം പട്ടണത്തിന് വരിക. അങ്ങനെ ഒരു പട്ടണം ഉണ്ട് കേട്ടോ, ആദാം പട്ടണം. അതിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇതിൻ നോ ടൈം,
ഒരു വലിയ ഡാം അങ്ങുണ്ടായി. താഴെയുള്ള വെള്ളം ഒഴിച്ചും കരയായി. ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക. They did it and it happened. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം മാറാത്ത ദൈവമാണ്. ഈ ദൈവം നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. നമ്മുടെ പ്രതിസന്ധികളിലെല്ലാം നീക്കുപോക്കുണ്ടാക്കി നടത്താൻ മതിയായ ദൈവമാണ്. ഈ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം, ശരണപ്പെടാം. എന്നെ കേൾക്കുന്ന ഏവരെയും ഈ വരുന്ന പുതുവർഷത്തിൽ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. പ്രൈസ് ഗോഡ്. എത്രയോ അനുഗ്രഹീതമായ ഒരു വചനമാണ് ദൈവം നമുക്ക് നൽകിയത്. താങ്ക് യു സോ മച്ച് ആൻറ്റി. ദൈവത്തിന് സ്തോത്രം. ജീവിതാനുഭവങ്ങളാൽ, തിരിച്ചറിവുകളാൽ, ഉൾക്കാഴ്ചകളാൽ എല്ലാം സമ്പന്നമായ ഒരു ആൻറ്റിയിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ച വാക്കുകൾ നമ്മുടെ പ്രതീക്ഷകൾക്കൊട്ടും മങ്ങൽ ഏൽപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകാൽ യുവജനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അനിശ്ചിതത്വങ്ങൾ, അതിനെയെല്ലാം എങ്ങനെ നേരിടാം എന്ന് യോശുവയുടെ, യെശയ്യാവിന്റെ ഒക്കെ ജീവിതത്തിലൂടെ ഉള്ള ഉൾക്കാഴ്ചകൾ പ്രിയ ആൻറ്റി നമുക്ക് പകർന്നു നൽകി. വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I am that I am, fear not, for I am with thee എന്ന് പറയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥനയാൽ, ദൈവവചനത്താൽ, ദൈവാശ്രയത്താൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് പ്രിയ ആൻറ്റിയിലൂടെ നൽകി. താങ്ക് യു സോ മച്ച് ആൻറ്റി. വളരെ അനുഗ്രഹീതമായ, ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളായിരുന്നു. ആ വാർദ്ധക്യത്തിന്റെ ഓമനത്വവും പ്രബുദ്ധതയും ഒരു അധ്യാപികയുടെ പാഠവും എല്ലാം ഒത്തൊരുമിക്കുന്ന വാക്കുകൾ. ഒരമ്മ മക്കളോട് പറയുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്കെല്ലാം കിട്ടിയത്. ആൻറ്റിയെ ദൈവം തുടർന്നും സഹായിക്കട്ടെ. നമുക്ക് ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമാണ്. ഇനിയും അധികം ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനായി ആരോഗ്യം ലഭിക്കുവാൻ, ആയുസ് ലഭിക്കുവാൻ നമുക്ക് ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആൻറ്റിയെ തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Thank you so much once again. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് നന്ദി പറയുമ്പോൾ നാം സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, അത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ടാന്ന്. സ്നേഹവും നന്ദിയും എല്ലാം സത്യത്തിലും പ്രവൃത്തിയിലും ആയിരിക്കണം എന്ന് ദൈവവചനവും നമ്മളോട് പറയുന്നുണ്ട്. എങ്കിലും വാക്കുകളിലൂടെയുള്ള നന്ദി പ്രകടനത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ ചെറിയ ചെറിയ അധ്വാനങ്ങളും ത്യാഗങ്ങളും ഒക്കെ അംഗീകരിക്കപ്പെടുന്നു എന്നറിയുന്നത് കൂടുതൽ ഊർജത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നതായിരിക്കും. നന്ദി പ്രകടനങ്ങൾ ഒന്നും ഇല്ലാത്തൊരു ലോകത്തിനെ പറ്റി ചിന്തിച്ചു നോക്കി. വളരെ ദുസ്സഹമായിരിക്കും ജീവിതം. ഇന്നിവിടെ കൂടി വന്ന ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ടവരെ തന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരോടുള്ള നന്ദി അറിയിക്കുന്നതിനായി പ്രിയപ്പെട്ട സിസ്റ്റർ സുജോ ശ്യാമോൻ, സുജോ ചേച്ചി നമ്മുടെ മധ്യത്തിൽ ചേച്ചിയുടെയും കൂട്ടി വരുത്തിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷത്തോടെ ആ ശുശ്രൂഷയ്ക്കായി ചേച്ചി ക്ഷണിക്കുന്നു. ചേച്ചി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. വളരെ വലിയ കാര്യമാണ് അക്സ പറഞ്ഞത്. ശരിക്കും നന്ദിയില്ലാത്ത ഈ ലോകത്തില് എനിക്ക് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം, ഇത്രയും വലിയൊരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചതിനെ ഞാൻ ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ, ഒരു നെറ്റ് ഇഷ്യൂ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു ആദ്യമായി തന്നെ. പിന്നെ ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ ഇതിനും പിന്നിലും എല്ലാം ഓർഗനൈസ് ചെയ്യുവാൻ വേണ്ടി ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാ അഡ്മിൻസിനെ ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ സമയം വിശാൽ മറിയം ആന്റിയെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. ഈ സമയത്തും ഞങ്ങൾക്ക് കുഞ്ഞു പിള്ളേരെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇത്രയും സമയം ഇരുന്ന്, ഈ പ്രായമുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ക്ഷമയോടെ ഓരോ വാക്കുകൾ ഓതി തന്നതിനായി ആന്റിയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും ധാരാളമായി ദൈവം ആന്റിയെ സഹായിക്കട്ടെ. ഓപ്പണിംഗ് പ്രയർ ചെയ്ത
ചെയ്ത ജിൻസി ചേച്ചിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ചേച്ചി. ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് ലീഡ് ചെയ്ത അക്സ മോളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു അക്സ. പാട്ടുകൾ പാടിയ അലീഷ മോളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇനിയും ദൈവം മോളെ സഹായിക്കട്ടെ. പാട്ടുകൾ പാടുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മോക്കുള്ള താങ്ക് യു. ക്ലോസിംഗ് പ്രയർ ചെയ്യാൻ പോകുന്ന സാറാമ്മ ആന്റിയെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ആന്റിയും ദൈവം അതിനായി ഉപയോഗിച്ചതിനായി ആന്റി താങ്ക് യു. ഈ സമയം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിക്കാനായി കടന്നു വന്നതിനായി. പിന്നെ ഞങ്ങളുടെ ഓഡിയൻസ്, ഈ മീറ്റിംഗ് ചെയ്തിരുന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ ഒരു അവസരം തന്നെ സഹോദരിയിലെ എല്ലാ അഡ്മിൻസിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. താങ്ക് യു ചേച്ചി. ഞങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞ പ്രിയ ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മുടെ മീറ്റിംഗ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി, വിജയത്തിനായി നാം എത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവോ അത്ര തന്നെ ആത്മാർത്ഥമായിരിക്കേണ്ടതുണ്ട് സർവശക്തനോടുള്ള കടപ്പാടിന്റെ വാക്കുകളും. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ വിജയത്തിൽ ദൈവത്തോടുള്ള നന്ദിയും കൂടാതെ മറ്റു പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിച്ച് ക്ലോസിംഗ് പ്രയർ ചെയ്ത് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട സാറാമ്മ തോമസ്, സാറാമ്മ ആന്റിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ആന്റി. താങ്ക് യു മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വപൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ പകലത്തെ അധ്വാനം എല്ലാം കഴിഞ്ഞ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് അവിടുത്തെ സന്ധിയിൽ അല്പസമയം വേറിട്ടിരിക്കുവാനും കർത്താവെ അങ്ങേ വചനത്തിൽ നിന്ന് കേൾക്കുവാനും എല്ലാം നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങനെ അതിനായിട്ട് ഒരുക്കിയ ക്രിസ്തീയ സഹോദരിയുടെ പ്ലാറ്റ്ഫോമിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിന്റെ എല്ലാ അഡ്മിൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാല് യൂത്ത്സിന്റെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിന്റെ എല്ലാ അഡ്മിൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വളരെ വർഷത്തെ നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരുവാൻ തൊക്കെയാണ് ഞങ്ങളുടെ യൗവനക്കാരെ ബലപ്പെടുത്തുവാൻ കർത്താവെ അവിടുത്തെ വചനം അവിടുന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത് പ്രിയ മോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വളരെ ഭംഗിയായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയമകളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ, അവൾക്ക് നല്ല ഭാവി ഒരുക്കി കൊടുക്കണമേ. കർത്താവിന്റെ കൃപയിലും കർത്താവിന്റെ വഴിയിലും ആയിരിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ പാട്ടുപാടി അലീഷ മോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൊടുത്ത താലന്തുകൾ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം കർത്താവ് അവളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയെ പാടി സ്തുതിക്കുവാൻ തക്കണം കർത്താവെ. അവൾക്ക് കൊടുത്ത ഇൻപസ്വരത്തിനായിട്ട് സ്തോത്രം. അവളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ, പൈതലിനെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കർത്താവെ ഓപ്പണിംഗ് പ്രയർ ചെയ്ത പ്രിയ ജിൻസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ക്രിസ്ത്യ സഹോദരിയുടെ പല ശുശ്രൂഷകൾ ചെയ്യുവാനും എൻ്റെ അഡ്മിൻസ് ആയിട്ട് ഇരിക്കുവാൻ തക്കോണം കർത്താവ് അവരെ ജിൻസിയെ ബലപ്പെടുത്താനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ, ധാരാളം കൃപകൾ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി ആന്റിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യൗവനക്കാരോട് വളരെ നന്നായിട്ട് വചനം സംസാരിക്കുവാൻ കർത്താവെ വളരെ ക്ലിയർ ആയിട്ട് കർത്താവെ അവർക്ക് വളരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെ ആ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം പ്രിയമകളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രായത്തിൻ്റെതായ ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പ്രിയ മേരിക്കുട്ടി ആന്റിയെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യോശുവയുടെ ജീവിതത്തിൽ നിന്നും കർത്താവെ യെശയ്യാവിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ സംസാരിച്ച വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ബലപ്പെടുവാൻ ഇടയാക്കിയോണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മുന്നിലുള്ള അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാൻ തക്കണം ഞങ്ങൾക്ക് മുൻപായി പോകുന്ന കർത്താവിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളൊന്നുകൊണ്ട് ഭാരപ്പെട്ട കർത്താവെ, ഞങ്ങൾ മുട്ടിന്മേൽ നിന്നാൽ മാത്രം മതി എന്നുള്ളൊരു കർത്താവെ ആഹ്വാനം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കണം കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശിഷ്ടായുസ് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കത്തക്കവണ്ണം കർത്താവെ ഈ വചന കേൾവി കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
പലതരമായ ആവശ്യങ്ങളുടെ മുഖത്ത് വിഷമം വയ്ക്കുന്ന അനേകര് ഇന്ന് വചനം കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ ജീവിതത്തില് പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നും ക്രിസ്ത്യ സഹോദരിയുടെ മീറ്റിങ്ങുകളെയും ശുശ്രൂഷകളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനേകർക്ക് അനുഗ്രഹകരമായി തീരുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അഡ്മിറ്റ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കണം. കർത്താവ് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു സാറാമാൻഡി. ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി പറയണം എന്നൊക്കെ വലിയ വാചകം പറഞ്ഞിട്ട് ഞാൻ നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കർത്താവിന്റെ കയ്യിൽ ഏറ്റവും വലിയ പാത്രമായി എനിക്ക് ഇനി ശുശ്രൂഷ ഇത്രയും ആരോഗ്യത്തോടെ ചെയ്യുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സർവശക്തനെല്ലാം നന്ദിയും അർപ്പിക്കുന്നു. എനിക്ക് അവസരം നൽകിയ സഹോദരിയിൽ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും സുഗമമായി എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ, എന്നെ സഹായിക്കുന്നതിൽ ദൈവം ഉപയോഗിച്ച പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. പ്രത്യേകം പ്രിയ ലീഡിയ ചേച്ചിയോടും കോട്സ് ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സജഷൻസും നൽകി, ലവ്ലി ചേച്ചിയും ഈ സജഷൻസ് നൽകി, പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഡിയർ സിസ്റ്റേഴ്സ്. സഹോദരിയുടെ ഏത് മീറ്റിങ്ങിനും അതിന്റെ പിറകിൽ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരി മെന്റേഴ്സ് ഉണ്ട്. ഇതിന്റെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നതിൽ, എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കുന്നതിലൊക്കെ പ്രിയ സഹോദരിമാരെ ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ശുശ്രൂഷകൾ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരും പറഞ്ഞപ്പോൾ തന്നെ യാതൊരു മടി കൂടാതെ അതെല്ലാം ഏറ്റെടുത്ത് ഏറ്റവും വിശ്വസ്തമായി ആത്മാർത്ഥമായി അതൊക്കെ ചെയ്തു. നിങ്ങളുടെ സമയത്തെ, കർത്താവിനോടുള്ള സ്നേഹത്തെ കർത്താവ് മാനിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സമയത്തിന്, ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ബഹുമാനത്തിന് കർത്താവ് അത് മാനിക്കട്ടെ, അനുഗ്രഹങ്ങളെ ധാരാളമായി നൽകട്ടെ. തുടർന്നും നിങ്ങളുടെ സാന്നിധ്യം, സഹകരണം, സ്നേഹം ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.